ഞാൻ ഇന്നലെ നമ്മുടെ ഷാജി കൈലാസ് ജോജു ജോർജിന്റെ വരവെന്ന സിനിമ കണ്ടു. ഓൾറെഡി ഞാൻ അതിന്റെ റിവ്യൂ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് കുഴപ്പമില്ലാത്ത രീതിയിൽ ചെയ്തു. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴത്തേക്ക് സ്ക്രിപ്റ്റിന്റെ ഒരു പോരായ്മ, AK സാജനാണ് അതിന്റെ സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിന്റെ ഒരു പോരായ്മ തന്നെയാണ് ആ സിനിമയെ എനിക്ക് സെക്കൻഡ് ഹാഫിൽ എനിക്ക് ഇഷ്ടപ്പെടാതെ പോയത്. ഞാൻ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് പറഞ്ഞത്. ഞാൻ ജസ്റ്റ് അതിന്റെ കമന്റ് ബോക്സിൽ വന്നിങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഒരുപാട് നമ്മുടെ ലാലേട്ടന്റെ അന്ധൻ ഭക്തന്മാരായിട്ടുള്ള ഫാൻസുകാർ വന്നിട്ടും ഇങ്ങനെ അങ്ങോട്ട് മെസ്സേജ് ഇട്ട് അങ്ങോട്ട് മെഴുകുക. ആ ദൃശ്യം 3 എന്തായി, ദൃശ്യം 3യുടെ കളക്ഷനെ കുറിച്ചിട്ടൊന്നും ഇപ്പം മിണ്ടുന്നില്ലല്ലോ എന്നൊക്കെ. സത്യത്തിൽ ഇന്നലെ ഈ ഒരു കമന്റ് കണ്ടതിന് ശേഷം ഞാൻ ലാലേട്ടൻ്റെ ഒഫീഷ്യൽ പേജിലും അതുപോലെ തന്നെ നമ്മുടെ ആശീർവാദിൻ്റെ പേജിലൊക്കെ ഇങ്ങനെ പോയി നോക്കുമ്പം അതിനകത്തൊക്കെ ഒരുപാട് പോസ്റ്റുകൾ വരുന്നുണ്ട്. ഇപ്പം ലാലേട്ടൻ ഫാൻസിൻ്റെ ഉള്ളൊരു പോസ്റ്റാണ്, ബോക്സ് ഓഫീസ് വേട്ട തുടരും, 237 കോടി, 2026 ഏറ്റവും വലിയ ഹിറ്റായി ദൃശ്യം 3. പിന്നെ നമ്മുടെ ലാലേട്ടൻ തന്നെ ഇട്ടിട്ടുണ്ട് ദൃശ്യം 3 50 ദിവസം തിയേറ്ററിൽ സക്സസ് എന്നൊക്കെ പറഞ്ഞിട്ടിട്ടുണ്ട്. ഞാൻ ഈ സിനിമ റിലീസ് ചെയ്ത് ഏതാണ്ട് 58 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് മലയാള സിനിമ ഇൻഡസ്ട്രിയിലെ ഏറ്റവും വലിയ കളക്ഷൻ നേടുന്ന സിനിമ, 100 കോടി ക്ലബിൽ കയറുന്ന സിനിമ എന്നുള്ള പോസ്റ്ററുകൾ നമ്മൾ കണ്ടായിരുന്നു. അത് കഴിഞ്ഞ് 15ാം ദിവസത്തിലേക്കൊക്കെ എത്തുമ്പോഴത്തേക്ക് സിനിമ 200 കോടി ക്ലബിൽ കയറുന്നതിൻ്റെ പോസ്റ്റ് നമ്മൾ കണ്ടു. 23 ദിവസമായപ്പോഴത്തേക്ക് 30ാം ദിവസം എന്ന് പറഞ്ഞുകൊണ്ട് ലാലേട്ടൻ തന്നെ ഒഫീഷ്യൽ അദ്ദേഹത്തിൻ്റെ പേജിലിട്ടിരിക്കുകയാണ് 330 കോടി രൂപ ഈ സിനിമ വേൾഡ് വൈഡ് ടോട്ടൽ ബിസിനസ് എന്നൊക്കെ പറഞ്ഞാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ ദൃശ്യം 3 ഫൈനൽ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് എസ്റ്റിമേറ്റ് അതിൻ്റെ കളക്ഷൻ കൊടുത്തിട്ടുണ്ട്. കേരളത്തിൽ 90 കോടി, കർണാടക 13 കോടി, തെലുങ്കാന 10 കോടി, തമിഴ്നാട് 8 കോടി, നോർത്ത് ഇന്ത്യ 5 കോടി, ഓവർസീസ് കളക്ഷൻ കൊടുത്തിരിക്കുന്നത് 109 കോടി. അങ്ങനെ ടോട്ടൽ ബിസിനസ് ഈ സിനിമ ഇതുവരെ നേടിയത് 237 കോടി 70 ലക്ഷം എന്നാണ് ഇവരുടെ പോസ്റ്റിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പം ഈ 23ാം ദിവസം 330 കോടി ടോട്ടൽ ബിസിനസ് വേൾഡ് വൈഡ് കളക്ഷൻ എന്നിട്ടത് എന്താണെന്ന് എനിക്ക് ചിന്തിച്ചിട്ടൊന്നും മനസ്സിലാവുന്നില്ല. ഈ 237 കോടി വേൾഡ് വൈഡ് കളക്ഷനിൽ നിന്നും മാത്രം, തിയേറ്റർ കളക്ഷനിൽ നിന്നും മാത്രം കിട്ടിയിട്ടുള്ള ആയിട്ടാണ് ഈ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത്. ടോട്ടൽ ബിസിനസ് ഇത് 330 കോടി രൂപ. അതായത് ഈ സിനിമ 23 ദിവസം ആയപ്പോഴത്തേക്കാണ് 30ാം ദിവസം 330 കോടി എന്നുള്ള ഒരു പോസ്റ്റ് വന്നത്. അതിനകത്ത് താഴെ ടോട്ടൽ ബിസിനസ് എന്ന് അവർ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പം ഇത്രയും ദിവസം, അതായത് 50 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പം ഇങ്ങനൊരു പോസ്റ്റ് വരുന്നത്. 237 കോടി രൂപ വേൾഡ് വൈഡിൽ നിന്നും ഈ സിനിമ സ്വന്തമാക്കിയെന്ന്. സത്യം പറയാം, ഈ ലാലേട്ടൻ്റെ സിനിമകൾ വരുമ്പോൾ മാത്രമാണ്, അല്ലെങ്കിൽ ഈ ആശീർവാദം എടുക്കുന്ന സിനിമകൾ വരുമ്പോൾ മാത്രമാണ് ഇങ്ങനെ കോടികൾ തള്ളിക്കൊണ്ടുവരുന്ന ചില കണക്കുകളുമായിട്ട് ഇവർ വരാറുള്ളത്. ഇവരുടെ പ്രൊമോഷൻ്റെ ഭാഗമാണെന്നൊക്കെ ഇവർ പറയും. പക്ഷേ നല്ല രീതിയിൽ കള്ളപ്പണം ഒഴുക്കുന്ന ഒരു മേഖലയായി മാറിയിരിക്കുന്നു ആശീർവാദ് സിനിമാസ് എന്നുള്ളത് സംശയം കൂടാതെ നമുക്ക് പറയാം. പക്ഷെ ഇതൊന്നും അന്വേഷിക്കേണ്ടവർക്ക് കൃത്യമായിട്ട് അത് അന്വേഷിക്കാറില്ല. അല്ലെങ്കിൽ ഈ 330 കോടി രൂപ ഒക്കെ കളക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടാക്സ് കൃത്യമായിട്ട് സർക്കാരിലേക്ക് അടക്കുന്നുണ്ടോ എന്ന് പോലും ഇവരാരും ചിന്തിക്കാറില്ല. അതുകൊണ്ടാണ് ലാലേട്ടൻ്റെ സിനിമകൾ വരുമ്പോൾ മാത്രം, അത് എത്ര മോശം സിനിമ ആണെങ്കിൽ പോലും, ഇപ്പം ബാറോസ് എന്ന സിനിമ വരെ 150 കോടി ക്ലബിൽ കയറി. അതുപോലെ തന്നെ മരക്കാർ അറബിക്കടലിന്റെ സിംഹം, അത് 150 കോടി ക്ലബിൽ കയറി. ഇതിൽ വന്നാൽ പോലും കൊച്ചുകുട്ടികൾ പുറംകാലം കൊണ്ട് അടിച്ചു കളയുന്ന സിനിമയാണ് ബാറോസ്. ആ സിനിമയ്ക്ക് പോലും 150 കോടി കളക്ട് ചെയ്തു എന്ന് പറയുമ്പോഴത്തേക്ക് ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇതിൻ്റെയൊക്കെ പിന്നിൽ ഒരു പ്രത്യേക ബിസിനസ് ഉണ്ട്, അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ പിന്നിൽ എന്താണ് സത്യം എന്നുള്ളത് ഇത് അന്വേഷിക്കേണ്ടവർ അന്വേഷിക്കാത്തതുകൊണ്ടാണ് ലാലേട്ടൻ്റെ സിനിമകൾക്ക് മാത്രം കോടികൾ തള്ളി വരുന്നത്. ഇപ്പം വാഴ 2 ഏതാണ്ട് 200 കോടിക്ക് അടുത്ത് കളക്ട് ചെയ്തിട്ടുണ്ട് സിനിമ. ആ സിനിമ കേരളത്തിൽ തിയേറ്ററിൻ്റെ സ്റ്റാറ്റസ് എടുത്ത് നോക്കിയാൽ, അതിൻ്റെ ടോട്ടൽ ബിസിനസ് എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഇപ്പം തുടരും എന്ന സിനിമ അത്യാവശ്യം നല്ല രീതിയിൽ റഷുള്ളൊരു സിനിമയായിരുന്നു. അത്രയും പോലും ദൃശ്യം 3ക്ക് തിയേറ്ററുകളിൽ ആളെത്തിയിട്ടില്ല എന്നുള്ളത് പച്ചയായിട്ടുള്ളൊരു സത്യമാണ്. എന്നിട്ട് പോലും എങ്ങനെയാണ് ഇത്രയും കളക്ട് ചെയ്യാൻ ഇവർക്ക് സാധിച്ചത്? അപ്പം നമ്മുടെ കമന്റ് ബോക്സിൽ വന്നിട്ട് വെറുതെ ചൊറിയുന്നവർക്കുള്ള ചെറിയൊരു മറുപടിയായിട്ടാണ് വന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ അടുത്ത ലാലേട്ടൻ്റെ മകൾ അഭിനയിക്കുന്ന, വിസ്മയ അഭിനയിക്കുന്ന തുടക്കം എന്ന സിനിമ ഓഗസ്റ്റ് 7ാം തീയതിയാണ് തിയേറ്ററിലേക്ക് റിലീസിനായിട്ട് എത്താൻ പോകുന്നത്. അതിനകത്ത് ലാലേട്ടനും ആന്റണി പെരുമ്പാവൂരിൻ്റെ മകനും ഒരു പ്രധാനപ്പെട്ട റോളിൽ എത്തുന്നുണ്ട് എന്നാണ് അറിയുന്നത്. എന്താണെങ്കിലും സിനിമ നല്ലതാണെങ്കിലും പരാജയപ്പെടുന്നതാണെങ്കിലും ഉറപ്പായിട്ടും 200 കോടി ക്ലബിൽ ആ സിനിമയും കയറും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. അതില്ലാന്നുണ്ടെങ്കിൽ സിനിമ റിലീസ് ചെയ്ത് 58 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് തള്ളിക്കൊണ്ട് വരുന്ന മച്ചാമാരുടെ പോസ്റ്റ് കാണാൻ സാധിക്കും. നല്ല സിനിമകളെ എന്നും ഇരുകൈ നീട്ടി സ്വീകരിച്ചിട്ടുള്ളവരാണ് മലയാള സിനിമാ പ്രേക്ഷകർ. നല്ലതാണെങ്കിൽ ജനം സ്വീകരിക്കും. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങളുടെ കമൻറ്റുകൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ പ്രതീക്ഷിക്കുന്നു. അടുത്തൊരു സിനിമാ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.